കഴിയാതെ പോകുമായിരിക്കും സൂത്രം. നിങ്ങൾക്ക് വിശദമായി നോക്കുമ്പോൾ ഇനിയും നന്നായി മനസ്സിലാകും. കഴിയാതെ പോകുമായിരിക്കും സൂത്രത്തോടെ സ്പോക്കൺ ഇംഗ്ലീഷ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടക്കുമെന്ന് വിശ്വാസം കുറഞ്ഞ ജോലികൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ചില ജോലികൾ നടക്കുവാനുള്ള സാഹചര്യം കുറവായിരിക്കും. ഈ നടക്കാൻ സാഹചര്യം കുറവായ ജോലികൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്ന് ഇപ്പോൾ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിയാതെ പോകുമായിരിക്കും സൂത്രം. മലയാളം വാക്യത്തിന്റെ അവസാനം കഴിയാതെ പോകുമായിരിക്കും എന്ന വാക്ക് വരുമ്പോൾ മേ നോട്ട് എന്ന ഹെൽപ്പിംഗ് വെർബിനെ ഉപയോഗിക്കണം. മേ നോട്ട് സമം കഴിയാതെ പോകുമായിരിക്കും. ടോക്ക് സമം സംസാരിക്കുക. മേ നോട്ട് എന്നാൽ കഴിയാതെ പോകാം. മേ നോട്ട് ടോക്ക് എന്നാൽ സംസാരിക്കാൻ കഴിയാതെ പോകാം. മേ നോട്ട് റൈറ്റ് എന്നാൽ എഴുതാൻ കഴിയാതെ പോകാം. ഇനിയും ചില ഉദാഹരണങ്ങൾ നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ പോകാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് ഗോ. വായിക്കാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് റീഡ്. പഠിക്കാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് ലേൺ. പാടാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് സിംഗ്. സംസാരിക്കാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് ടോക്ക്. കഴിക്കാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് ഈറ്റ്. കാണാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് സീ. കൊടുക്കാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് പേ. എഴുതാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് റൈറ്റ്. നടക്കാൻ കഴിയാതെ പോകാം എന്നാൽ മേ നോട്ട് വാക്ക്. ഇവ വാക്യത്തിൽ പറയാം. പോകാൻ കഴിയാതെ പോകാം എന്ന പദത്തിന് മുമ്പ് ഞാൻ, ഞങ്ങൾ, നീ, അവൻ ഇങ്ങനെ പറഞ്ഞ് പറയാം. എനിക്ക് പോകാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് ഗോ. നമുക്ക് പോകാൻ കഴിയാതെ പോകാം എന്നാൽ വി മേ നോട്ട് ഗോ. നിനക്ക് പോകാൻ കഴിയാതെ പോകാം എന്നാൽ യു മേ നോട്ട് ഗോ. അവന് പോകാൻ കഴിയാതെ പോകാം എന്നാൽ ഹി മേ നോട്ട് ഗോ. അവൾക്ക് പോകാൻ കഴിയാതെ പോകാം എന്നാൽ ഷീ മേ നോട്ട് ഗോ. അവർക്ക് പോകാൻ കഴിയാതെ പോകാം എന്നാൽ ദേ മേ നോട്ട് ഗോ. ഇപ്പോൾ വേറെ പദങ്ങൾ നോക്കാം. എനിക്ക് വായിക്കാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് റീഡ്. എനിക്ക് പഠിക്കാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് ലേൺ. എനിക്ക് പാടാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് സിംഗ്. എനിക്ക് സംസാരിക്കാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് ടോക്ക്. എനിക്ക് കഴിക്കാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് ഈറ്റ്. എനിക്ക് കാണാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് സീ. എനിക്ക് കൊടുക്കാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് പേ. എനിക്ക് എഴുതാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് റൈറ്റ്. എനിക്ക് നടക്കാൻ കഴിയാതെ പോകാം എന്നാൽ ഐ മേ നോട്ട് വാക്ക്. നടക്കാൻ സാധ്യത കുറവുള്ള ജോലികൾ മേ നോട്ട് ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? അവന് ഇപ്പോൾ സംസാരിക്കാൻ കഴിയാതെ പോകാം. അവന് ഇപ്പോൾ സംസാരിക്കാൻ കഴിയാതെ പോകാം. ഇവിടെ ഈ വാചകത്തെ ആകെ 3 പദങ്ങളായി ഡിവൈഡ് ചെയ്യാം. അവന് എന്നത് ഒരു പദം, ഇപ്പോൾ എന്നത് വേറൊരു പദം, സംസാരിക്കാൻ കഴിയാതെ പോകാം എന്നത് ഒരു പദം. ഡിവൈഡ് ചെയ്താൽ ആകെ 3 പദങ്ങൾ. അവൻ എന്ന പദത്തിന് 1, സംസാരിക്കാൻ കഴിയാതെ പോകാം എന്ന പദത്തിന് 2, ഇപ്പോൾ എന്ന പദത്തിന് 3. നമ്പർ പ്രകാരം പറഞ്ഞാൽ അവൻ ഇപ്പോൾ സംസാരിക്കാൻ കഴിയാതെ പോകാം എന്നാൽ ഹി മേ നോട്ട് ടോക്ക് നൗ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്പർ 1 അവന് പാടാൻ കഴിയാതെ പോകാം എന്നാൽ ഹി മേ നോട്ട് സിംഗ്. നമ്പർ 2 അവന് കേൾക്കാൻ കഴിയാതെ പോകാം എന്നാൽ ഹി മേ നോട്ട് ഹിയർ. നമ്പർ 3 അവനാൽ കാണാൻ കഴിയാതെ പോകാം എന്നാൽ ഹി മേ നോട്ട് സീ. നമ്പർ 4 അവന് വരാൻ കഴിയാതെ പോകാം എന്നാൽ ഹി മേ നോട്ട് കം. നമ്പർ 5 അവൻ ചെയ്യാതെ പോകാം എന്നാൽ ഹി മേ നോട്ട് ഡു. നടക്കാൻ സാധ്യത കുറവുള്ള അവസരം, ജോലികൾ മേ നോട്ട് കൊണ്ട് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഡിയർ സ്റ്റുഡൻസ്, നടക്കാൻ സാധ്യത കുറവായ ജോലികളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ നടക്കാൻ സാധ്യത കുറവായ ഏത് ജോലിയും മേ നോട്ടിന്റെ സഹായത്തോടെ ഇംഗ്ലീഷിൽ പറയാമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു.